നമസ്കാരം. കേരളത്തിൽ ആളുകളെ പറ്റിക്കാൻ എന്ത് എളുപ്പമാണെന്നറിയാമോ? പണ ഇരട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കഥകൾ പറഞ്ഞാൽ മതി. 100-ന് 200 രൂപ കിട്ടുന്നോ, അല്ലെങ്കിൽ 1000-ന് 2000 രൂപ കിട്ടുന്നോ, അല്ലെങ്കിൽ 1,00,000-ന് 2 ലക്ഷം കിട്ടുമെന്നോ പറഞ്ഞാൽ എവിടെ നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും ആളുകൾ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പഠിക്കാതെയാണ് എടുത്തു ചാടുക. പലപ്പോഴും കുടുംബ ബന്ധങ്ങളും അതേപോലെ സുഹൃത്ത് ബന്ധങ്ങളുമുള്ള ആളുകളായിരിക്കാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ തട്ടിപ്പിൽ എത്തിക്കുക. അവസാനം കുടുംബം അനാഥമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തുക. ചിലപ്പോൾ ആത്മഹത്യകൾ തന്നെ നടന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി ഇത്തരം തട്ടിപ്പുകാരെക്കുറിച്ചുള്ള കഥകൾ പുറത്തു കൊണ്ടുവന്നുള്ള പ്രസിദ്ധീകരണമാണ് ക്രൈം മാഗസിൻ, അതേപോലെ ഇപ്പോൾ ക്രൈം ചാനലും. ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത്. പള്ളുരുത്തി സ്വദേശികളായ 2 പേർ, അതായത് നിയാസും അതേപോലെ സിന്ധുമോളും, ഇവർ ചേർന്ന് നിയാസും സന്ധ്യമോളും ഇവർ ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണ് ക്രൈം പുറത്തുവിടുന്നത്. ഏകദേശം 100ഓളം ആളുകളിൽ നിന്നും പണം വാങ്ങി ഏകദേശം 5 കോടിയിൽ മേതെയാണ് ഇവർ കുറഞ്ഞ സമയം കൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ള രീതി ട്രേഡിങ്ങിലൂടെ കോടികൾ സമ്പാദിക്കാം എന്ന ഓഫർ കൊടുത്തിട്ടാണ് ഇവർ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു വിവരം എനിക്ക് ക്രൈമിന് എത്തിച്ചു തരുന്നത് പൊതുപ്രവർത്തകയായ കോൺഗ്രസിൻ്റെ പള്ളുരുത്തി മണ്ഡലം ബ്ലോക്ക് സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ലിജിയാണ്. അഡ്വക്കേറ്റ് ലിജി ഈ വിവരങ്ങൾ തന്നപ്പോൾ ആദ്യം ഞാൻ ഗൗരവത്തിലെടുത്തിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. സാധാരണ ഇത്തരം തട്ടിപ്പ് നടത്തിയവർ ഒരു ഘട്ടം കഴിയുമ്പോൾ മുങ്ങും, പിന്നീട് എവിടെയെങ്കിലും പോയി ഒളിവിൽ താമസിക്കും. എന്നിട്ട് ആൾമാറാട്ടം നടത്തി ഏതെങ്കിലും കാലത്ത് കേസ് പിടിച്ചാൽ കുറച്ചു കാലം അവർക്ക് ജയിലിൽ കിടക്കണേ, പിന്നെ പുറത്തിറങ്ങി പഴയതിനേക്കാൾ സുഖമായി ഇവർ വീണ്ടും തട്ടിപ്പ് നടത്തും. ഇവിടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ട്രേഡിങ്ങിലൂടെ വൻ ഫണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ നേടിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങളാണ് ഇവിടെ ആദ്യം ഉണ്ടാവുക. ആദ്യം കുറച്ചു കാലം ഫണ്ട് കൊടുത്ത ആളുകൾക്ക് 3, 4, 5 മാസമൊക്കെ കൃത്യമായി പേയ്മെൻറ്റ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ആ പറയുന്ന ആളുകളെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് എത്തിക്കും. അങ്ങനെ ചങ്ങലയായിട്ട് ഇവർക്ക് ഫണ്ട് എത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ ഇവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒരു ദിവസം കൊണ്ട് മുങ്ങും. അങ്ങനെ മുങ്ങിയിട്ടുള്ള ആളുകളാണ് സന്ധ്യമോളും അതേപോലെ നിയാസും. അവർ നടത്തിയ സ്ഥാപനത്തിൻ്റെ പേരാണ് SN ട്രേഡേഴ്സ്. SN ട്രേഡിംഗ് എന്നുള്ള പേരിൽ പള്ളുരുത്തിയിലാണ് ഇവർ ഈ തട്ടിപ്പ് അരങ്ങേറിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അവർ കൊടുത്ത ഒരു പരാതിയുടെ കോപ്പി കിട്ടുകയുണ്ടായി. അതിൽ കൊടുത്ത ഫണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. നമ്മളൊരു ബാങ്കിൽ പോയി ലോൺ എടുക്കണമെങ്കിൽ എന്തെല്ലാം രേഖകൾ കൊടുക്കണം. എന്നാൽ ഒരു രേഖയുമില്ലാതെ, ഒരു തരത്തിലും ജാമ്യ ഡോക്യുമെൻ്റ് കൊടുക്കാതെ വളരെ കൂളായി പണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് വിശ്വാസം ഉണ്ടാക്കി സ്വന്തം കുടുംബത്തിലെ ആളുകളെ തന്നെയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതിനുശേഷം സന്ധ്യമോളും അതേപോലെ ഈ പറയുന്ന നിയാസും മുങ്ങി എന്നുള്ളതും അവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളുമാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. നമുക്ക് ആദ്യം തന്നെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി ഒന്ന് വായിക്കാം. ഞങ്ങൾ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തികളാണ്. ചിലർ കൂലിപ്പണിക്കാരും, ചിലർ ചെറുകിട വ്യാപാരികളും, ചിലർ വീട്ടമ്മമാരും, ചിലർ വിദേശത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അയച്ച കുടുംബാംഗങ്ങളും, ചിലർ വിരമിച്ച ശേഷം ലഭിച്ച ആനുകൂല്യങ്ങൾ നിക്ഷേപിച്ചവരുമാണ്. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യവും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി കരുതിവെച്ച തുകയും ചികിത്സാ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച പണവും കടം വാങ്ങിയ തുകയും വരെ SN ട്രേഡിംഗ്, കാകത്ര ബിൽഡിംഗ്, 15/535D, 2ാം നില, ശബർമതി ജംഗ്ഷൻ, ഇടക്കൊച്ചി എന്ന സ്ഥാപനത്തിൽ വളരെ പ്രതീക്ഷയോടെ ഓഹരി വിപണിയിൽ നിന്നും ലാഭം തരാമെന്ന് പ്രതികളുടെ ഉറപ്പിന്മേൽ നിക്ഷേപിച്ചവരാണ് ഇവർ. ഞങ്ങൾ സന്ധ്യമോൾ എന്നവർ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് പാർട്ണറും നിയാസ് എന്നവർ പാർട്ണറുമാണ്. ഇവർ ഞങ്ങളുടെ പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് ഉയർന്ന ലാഭവിഹിതം, പ്രതിമാസ വരുമാനം, സുരക്ഷിത നിക്ഷേപം, നിശ്ചിത കാലാവധിക്ക് ശേഷം മുഴുവൻ തുകയും തിരികെ ലഭിക്കും എന്നീ ഉറപ്പുകൾ നൽകി ഞങ്ങളെയും നൂറുകണക്കിന് സാധാരണക്കാരെയും വിശ്വസിപ്പിച്ചു. സ്ഥാപനത്തിൻ്റെ ഓഫീസ് രേഖകൾ, രസീതുകൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ കണ്ട് ഞങ്ങൾ അവരെ വിശ്വസിച്ചു. എന്നാൽ അന്വേഷണത്തിൽ പിന്നീട് ഇവർക്ക് തുടക്കം
മുതൽക്കേ തന്നെ ഞങ്ങളുടെ പണം തട്ടിയെടുക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു എന്നും ഞങ്ങളുടെ പണം അവരുടെ ദൂരത്തിനും മറ്റും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ മാനസികമായി തകർന്നിരിക്കുകയാണ്. പിന്നീട് പ്രതികൾ ഞങ്ങളുടെ ഫോൺ വിളികൾക്ക് മറുപടി നൽകാതെയും ഓഫീസ് പ്രവർത്തനം നിർത്തിവെച്ചും പണം തിരികെ നൽകുന്നതിന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മാത്രം നിക്ഷേപത്തുക 1,53,30,000 രൂപ വരുന്നതാണ്. എന്നാൽ ഇതിന് പുറമെ നിരവധി നിക്ഷേപകരും സമാന രീതിയിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങൾ ലഭ്യമാണ്. അതിനാൽ പൊതുജനങ്ങളിൽ നിന്ന് സംഘടിതമായി പണം സമാഹരിച്ച് നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിട്ടുള്ളത്. അവർ ശേഖരിച്ച പണം സ്ഥാവര ജംഗമ സ്വത്തുക്കളെയും ബാങ്ക് നിക്ഷേപങ്ങളുമായും മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായാൽ നിക്ഷേപകർക്ക് അവരുടെ പണം വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഇക്കാര്യത്തിൽ പ്രതികളുടെ പ്രവൃത്തികൾ ഭാരതീയ ന്യായ സംഹിത 2023 വഞ്ചന, വിശ്വാസവഞ്ചന, ക്രിമിനൽ ദുരുപയോഗം, ക്രിമിനൽ ഗൂഢാലോചന, വ്യാജ പ്രതിനിധാനം എന്നിവയുൾപ്പെടെ വിവിധ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. കൂടാതെ ബഡ് ആക്ട് 2019 പ്രകാരവും ബാധകമായ നിയമങ്ങൾ പ്രകാരവും ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ പ്രതികൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഈ പരാതിയിൽ നിക്ഷേപിച്ചുള്ള പരാതി കൊടുത്ത ആളുകളുടെ പേര്: ആൻസി PU 20,30,000 രൂപ, അലക്സ് PU 20,50,000 രൂപ, നവ്യ 5 ലക്ഷം രൂപ, റോബിൻ മാത്യു 5 ലക്ഷം രൂപ, ബ്ലെസ്സി ഫ്രാൻസിസ് 8 ലക്ഷം രൂപ, ജോസ് കുര്യൻ 5 ലക്ഷം രൂപ, അഭിഷേക് 3 ലക്ഷം രൂപ, നിസാം 1,80,000 രൂപ, സിജോ ജോർഗീസ് 11,30,000 രൂപ, ജോസ് ഫെർണാണ്ടസ് 5,40,000 രൂപ, ചിഞ്ചു 9 ലക്ഷം രൂപ, മോളി 7,80,000 രൂപ, ധന്യ മേരി ജോസ് 10 ലക്ഷം രൂപ, സ്നേഹ 4,40,000 രൂപ, തെരേസ ജോർജ് 3,50,000 രൂപ, ഹംന 2,50,000 രൂപ, സഫ 4,50,000 രൂപ, അബിൻ ജോയ് 2 ലക്ഷം രൂപ, ജോബിൻ ജോർജ് വിദേശത്ത് 6 ലക്ഷം രൂപ, ഷാജി 1 ലക്ഷം രൂപ, ഷിബു കയാർ 7,50,000 രൂപ, അലൻ സാംസൺ 5,20,000 രൂപ, സുരേഷ് ബാബു 2,50,000 രൂപ. അങ്ങനെ ഇത് തുടരുകയാണ്. ഏകദേശം 100ഓളം പേരിൽ നിന്ന് ഏകദേശം 5 കോടിയിൽ മേലെ പണം വാങ്ങിയ ശേഷം ഇവർ ചെയ്ത രീതി, മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണ്? ഇവർ 5-6 മാസം ആദ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ അതിൻ്റെ 10% വീതം കൊടുക്കും, അല്ലെങ്കിൽ 8% വീതം കൊടുക്കും. അങ്ങനെ ഓരോ മാസം 20 ലക്ഷം മുടക്കിയവർക്ക് 2 ലക്ഷം കിട്ടുമ്പോൾ 1-2-3 മാസമായി കിട്ടുമ്പോൾ അവർ കണ്ണ് തള്ളിപ്പോകും. എന്തൊരു അത്ഭുതമാണ്, ഇത് എവിടെ കൊണ്ടിട്ടാലും ഇതാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റുള്ള ആളുകളെയും കൂടി ഇതിനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക, അതിൻ്റെ ഒരു കമ്മീഷൻ അവർ കൊടുക്കുക എന്നുള്ള ഓഫർ കൊടുക്കും. ഇത്ര കമ്മീഷൻ കൂടി കിട്ടുമ്പോൾ പിന്നെ ഇവരെ അങ്ങനെ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂട്ടി കേരളത്തിലെ പല മേഖലകളിലുള്ള ആളുകൾ, വിദേശത്തുള്ള ആളുകളടക്കം പണം നിക്ഷേപിച്ച് ഏകദേശം മെച്യൂരിറ്റി എത്തി ഇത്രയും കോടികൾ കയ്യിൽ കിട്ടി അവർ ഉദ്ദേശിച്ച കോടികൾ തട്ടിപ്പ് നടത്തിയെന്ന് അതായതോടെ ഇവർ മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരോട് ബന്ധപ്പെട്ട ആളുകൾ പ്രചരിപ്പിക്കുന്നത് സന്ധ്യമോളും നിയാസും കൊല്ലപ്പെട്ടു എന്നുള്ളതും, സന്ധ്യയും അതേപോലെ നിയാസും വേർപിരിഞ്ഞു, തമ്മിൽ തല്ലി പിരിഞ്ഞു എന്നുള്ള കഥകളൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി അന്വേഷിക്കുകയുണ്ടായി. അഡ്വക്കേറ്റ് ലിജിത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾപ്പെട്ട ആളുകളെ, അതായത് ഇരയായ ആളുകളെ നേരിട്ട് കാണുകയും അവരെങ്ങനെയാണ് തട്ടിപ്പിനിരയായെന്ന് ബോധ്യപ്പെടുകയും അവർക്ക് എത്രമാത്രം പണം നഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുകയും എന്ന് കൃത്യമായി എനിക്ക് ലഭിക്കുകയും അതെല്ലാം തുടർന്നുള്ള എപ്പിസോഡിൽ ഞാൻ പുറത്തുവിടുന്നതാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഞെട്ടിക്കുന്ന തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടില്ല. എവിടെയോ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ഇവർ കൃത്യമായി മറ്റെവിടെയോ താമസിച്ച് പുതിയ തട്ടിപ്പിൻ്റെ താവളങ്ങൾ ഒരുക്കുകയാണ്. ആ താവളം എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലീസ് ഇതുവരെ കൃത്യമായി ശ്രമിച്ചിട്ടില്ല എന്നുള്ള ആരോപണമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പള്ളുരുത്തി CAയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ജാഗ്രതയോട് കൂടിയിട്ട് പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, ഞങ്ങൾ ശക്തമായി നടപടിയെടുക്കും, യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ചെല്ലാം തന്നെ നാളെ കൂടുതൽ വിശദമായി നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം ഇതിലെ പോലീസ് എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യവും നാളത്തെ വീഡിയോയിൽ വ്യക്തമാക്കാം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ പറയുന്ന നിയാസും അതേപോലെ സന്ധ്യമോളും കൊല്ലപ്പെട്ടില്ല, ആത്മഹത്യ ചെയ്തിട്ടില്ല. അവർ ഈ തട്ടിപ്പ് നിന്ന് കിട്ടിയ പണവുമായി സുഖമായി മറ്റേതോ സ്ഥലത്ത് ജീവിക്കുകയാണ്. അവിടെ നിന്ന് പുതിയ തട്ടിപ്പുകൾ നടത്താനുള്ള പദ്ധതികൾ ഒരുക്കുകയാണ് എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ വിശദമായി അന്വേഷിച്ചതിൻ്റെ വിശദമായ വിവരം നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്.